മലയാളി താരം സഞ്ജു സാംസന്റെ ചെന്നൈക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റം വമ്പൻ പരാജയമായി മാറി. തൻ്റെ മുൻ ടീമായ രാജസ്ഥാൻ റോയൽസ് 8 വിക്കറ്റിനാണ് ചെന്നൈയെ തകർത്തത്. സഞ്ജു ഉൾപ്പെടെയുള്ള ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ ജെയ്മി ഓവർട്ടൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ പിൻബലത്തിൽ ചെന്നൈ നേടിയ 127 എന്ന ദുർബലമായ സ്കോർ അനായാസം പിന്തുടർന്ന രാജസ്ഥാൻ 12.1 ഓവറിൽ വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടമാക്കിയാണ് വിജയം പിടിച്ചെടുത്തത്. 26 റൺസിന് 2 വിക്കറ്റ് എടുത്ത് തുടക്കത്തിലെ ചെന്നൈയുടെ മുൻനിരയെ തകർത്ത നാൻഡ്രെ ബെർഗറാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഇരു ടീമുകളുടെയും സീസണിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച രാജസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 2-ാം ഓവറിൽ തന്നെ 6 റൺസ് എടുത്ത സഞ്ജു സാംസണെ ക്ലീൻ ബൗൾ ചെയ്ത് ബെർഗർ തകർപ്പൻ തുടക്കമാണ് രാജസ്ഥാന് നൽകിയത്. അടുത്ത ഓവറിൽ ഗെയ്ക്വാദിനെ ബൗൾ ചെയ്ത് ആർച്ചർ ചെന്നൈയുടെ 2-ാം വിക്കറ്റും സ്വന്തമാക്കി. ചെന്നൈയെ ഞെട്ടിച്ചുകൊണ്ട് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ആയുഷ് മാത്രയെ ബൗൾഡ് ചെയ്ത് ചെന്നൈയുടെ 3-ാം വിക്കറ്റും വീഴ്ത്തി ബെർഗർ മത്സരത്തിൽ വ്യക്തമായ ആധിപത്യം രാജസ്ഥാന് നേടിക്കൊടുത്തു. ഇമ്പാക്ട് പ്ലെയറായെത്തിയ സർഫറാസ് ഖാൻ കൂറ്റിനടികൾ പുറത്തെടുത്ത് തിരിച്ചടിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മാത്യു ഷോട്ടിനെ മടക്കി സന്ദീപ് ശർമ്മ ചെന്നൈക്ക് അടുത്ത പ്രഹരം നൽകി. തൻ്റെ ആദ്യ ഓവറിൽ സർഫറാസ് ഖാനെയും ശിവൻ ദുബെയും മടക്കി രവീന്ദ്ര ജഡേജ ചെന്നൈക്ക് ഇരട്ട പ്രഹരമാണ് ഏൽപ്പിച്ചത്. തുടർന്ന് തകർന്നടിച്ച ചെന്നൈ 94-ന് 9 എന്ന നിലയിൽ 100 കടക്കുമോ എന്ന അവസ്ഥയിലെത്തിയിരുന്നു. എന്നാൽ 10-ാം വിക്കറ്റിൽ ജെയ്മി ഓവർട്ടൺ കമ്പോജുമായി ചേർന്ന് ചെറുത്തുനിൽപ്പ് നടത്തിയതോടെ 127 എന്ന സ്കോറിലെത്താൻ ചെന്നൈക്ക് കഴിഞ്ഞു. 36 പന്തിൽ 2 4-ഉം 2 6-ഉം ഉൾപ്പെടെ 43 റൺസ് നേടിയ ഓവർട്ടണായിരുന്നു ടീമിൻ്റെ ടോപ്പ് സ്കോറർ. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാനായി വൈഭവ് സൂര്യവംശി ഗംഭീര തുടക്കമാണ് നൽകിയത്. നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ക്യാച്ചിനുള്ള അവസരം വൈഭവ് നൽകിയെങ്കിലും അത് മുതലാക്കാൻ കഴിയാതെ വന്നത് ചെന്നൈക്ക് തിരിച്ചടിയായി മാറി. കൂറ്റനടികളിലൂടെ വെറും 15 പന്തിൽ നിന്ന് 50 നേടിയ വൈഭവ് പവർ പ്ലേയിൽ തന്നെ ടീമിൻ്റെ സ്കോർ 74-ൽ എത്തിച്ചിരുന്നു. എന്നാൽ 7-ാം ഓവറിൽ കമ്പോജിൻ്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ 17 പന്തിൽ 4 4-ഉം 5 6-ഉം ഉൾപ്പെടെ 52 റൺസ് വൈഭവ് നേടിയിരുന്നു. തുടർന്നെത്തിയ ജുറയിൽ അതിവേഗം സ്കോർ ചെയ്തെങ്കിലും 18 റൺസ് എടുത്ത് കമ്പോജിന് തന്നെ വിക്കറ്റ് നൽകി മടങ്ങി. എന്നാൽ ഒരറ്റത്ത് സാവധാനം കളിച്ച ജയ്സ്വാൾ പരാഗുമായി ചേർന്ന് 12.1 ഓവറിൽ ടീമിന് വിജയം സമ്മാനിച്ചു. 35 പന്തിൽ 37 റൺസുമായി ജയ്സ്വാളും 11 പന്തിൽ 14 റൺസുമായി പരാഗും പുറത്താകാതെ നിൽക്കുകയായിരുന്നു. ഏപ്രിൽ 3-ന് പഞ്ചാബിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. ഏപ്രിൽ 5-ന് ഗുജറാത്തിനെതിരെയാണ് രാജസ്ഥാൻ്റെ അടുത്ത മത്സരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.